ഓക്കെ, സീൻ 4. ഇനി അടുത്ത 4ാമത്തെ സീനാണ് അലീസ് ഹൗസ്, അലിയുടെ വീട്. Middle distance shot of Ali and his sister Sahara reading their textbook kneeling on the mattresses. A baby's cry is heard faintly on the soundtrack. ഓക്കെ, അപ്പം അലിയുടെ വീട്ടിൽ നമ്മളെന്താ കാണുന്നത്? ഒരു മെത്ത വിരിച്ചിട്ടുണ്ട്. അവിടെ മുട്ടുമടക്കിയിരിക്കുന്ന നമ്മുടെ അലിയെയും അലിയുടെ സഹോദരി സഹറയും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവർ പാഠപുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഷോട്ടാണ് ഇവർ ഏതാണ്ട് ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു ലോങ് ഷോട്ട് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് ട്രാക്കിൽ ഒരു കുഞ്ഞിൻ്റെ ശബ്ദം ചെറുതായിട്ട് കേൾക്കുന്ന രീതിയിൽ അവിടെ ചെയ്യണമെന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് പുറത്ത് വീടിൻ്റെ അപ്പുറത്തെ റൂമിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുന്നതായിട്ട് ഇവിടെ വരണം. അതുപോലെ തന്നെ നമ്മുടെ സഹറ ഇപ്പോൾ ഒരു നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ക്യാമറ ഇങ്ങനെ ചലിച്ചു വരണം. The camera closes in on Sarah, who is writing in a notebook, mumbling the words as she writes. Ali, how am I going to school without shoes? The camera moves back to middle distance. Now both Sarah and Ali are in the frame. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മുടെ സഹറ നോട്ട് ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങോട്ട് ക്യാമറ ഇങ്ങനെ ചലിച്ച് നീക്കുന്നു. ആ സമയത്ത് ഈ എഴുതുന്നതിനിടയിൽ സഹറ ഇങ്ങനെ പറയുകയാണ്, അലി, ചെരുപ്പില്ലാതെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? അപ്പോൾ ഈ സമയത്ത് ക്യാമറ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അപ്പോൾ സഹറയും അലിയും ഒരേ ഫ്രെയിമിലാണ് നിൽക്കുന്നത്. ക്യാമറയിൽ രണ്ടുപേരെ ഒരുമിച്ച് കാണാം. Their parents' conversation on the other end of the room is heard on the soundtrack, interspersed with the sound of a hammer banging. അപ്പോൾ ഇതേ സമയത്ത് തന്നെ മുറിയുടെ മറ്റേ അറ്റത്ത് നിന്ന് മാതാപിതാക്കൾ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തോ ഒരു സാധനത്തിൽ ചുറ്റിക കൊണ്ട് അടിക്കുന്ന ശബ്ദവും കേൾക്കാം. അപ്പോൾ ഈ രണ്ട് ശബ്ദങ്ങൾ കൂടി ചേർന്നുള്ള ആ ട്രാക്കാണ് അവിടെ പ്ലേ ചെയ്യുന്നത് ഇതേ സമയത്ത്. മദർ ഓഫ് സ്ക്രീൻ, ഗോ ടു എ കമ്പനി സ്റ്റോർ ടുമോറോ, വി ഡോണ്ട് ഹാവ് എനി ഫോർമുല ലെഫ്റ്റ്. ഈ സമയത്ത് സ്ക്രീനിലില്ല, അതായത് ക്യാമറയിൽ വരുന്നില്ല, പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കാം അമ്മയുടെ സംസാരമാണ്. നാളെ നിങ്ങളുടെ കമ്പനി സ്റ്റോറിലൊന്ന് പോകണം, കാരണം എന്താണ്, കുട്ടിക്കുള്ള ആഹാരം തീർന്നു എന്ന് പറയുന്ന ശബ്ദം കേൾക്കുകയാണ് സ്ക്രീനിന് പുറത്തു നിന്നും. സാറ പാസസ് ഹർ നോട്ട്ബുക്ക് ടു അലി. ഈ സമയത്ത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന എന്താണ്, നമ്മുടെ സാറ അവളുടെ നോട്ട്ബുക്ക് അലിക്ക് കൈമാറുന്നതാണ്. ഫാദർ ഓഫ് സ്ക്രീൻ, റഹീം അഖാസ് വൈഫ് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്ക്, സർജറി മേഡ് ഇറ്റ് വേഴ്സ്. ഈ സമയത്ത് അച്ഛൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെയും ശബ്ദമേ കേൾക്കത്തുള്ളൂ, മിസ്റ്റർ റഹീമിൻ്റെ ഭാര്യയുടെ ഡിസ്ക് തെന്നിക്കിടക്കുകയാണ്. അത് ഓപ്പറേഷൻ ചെയ്തു, പക്ഷേ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു. Alternate close-ups of Ali and Sahara listening to their parents' conversation and looking at each other. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അലിയും സഹറയും അവരുടെ മാതാപിതാക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണം അത് ശ്രദ്ധിക്കുന്നതും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നതൊക്കെ ചെറിയ ക്ലോസപ്പായിട്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയാണ്. കട്ട് ടു middle distance shot of mother lying on a bed towards the left of the frame, leaning back against two popped up pillows. Father is sitting on a chair beyond the bed near the wall, chopping wooden flints with a hammer on a block. Behind him are two ledges on which are seen some vessels and cloths. അപ്പം ഇപ്പോൾ രംഗം മാറുകയാണ്. അതായത് ഇപ്പം മാതാപിതാക്കളുടെ ശബ്ദമേ കേൾക്കുന്നുണ്ടായുള്ളൂ, ഇപ്പോൾ അത് മാറിയിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം ഫ്രെയിമിൻ്റെ ഏതാണ്ട് ഇടതു ഭാഗത്തായിട്ട് ഒരു കിടക്കയുണ്ട്, ഒരു കട്ടിലുണ്ട്. കട്ടിലെന്ന് പറയുമ്പോൾ ഒരു കിടക്കയുണ്ട്. അപ്പോൾ അതിൽ കിടന്നിട്ട് രണ്ട് തലയണകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ താങ്ങി ചാരി ഇരിക്കുന്ന അമ്മയെ ആണ് അവിടെ ഷോട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ ഒരു ഷോട്ടാണത്. അപ്പം ഏതാണ്ട് ഈ കിടക്കയുടെ തൊട്ട് അപ്പുറത്തായിട്ട് ആ ഭിത്തിയുടെ അടുത്തായിട്ട് എന്തോ കടുപ്പമുള്ള തടിക്കഷ്ണങ്ങൾ ഒരു തടിക്കട്ടയിൽ വെച്ചിട്ട് ചുറ്റിക കൊണ്ട് ഇടിച്ച് ചെറു കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ. ഓക്കെ, അപ്പം അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് പുറകുവശത്തായിട്ട്
2-3 തട്ടുകളിൽ കുറച്ച് പാത്രങ്ങളും വസ്ത്രങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ ആണ് അവിടുത്തെ ആംബിയൻസ്, ആ ഷോട്ടിലെ ആംബിയൻസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഫാദർ, യു ഷുഡ് ലേൺ ടു ലീവ് വിത്ത് ഇറ്റ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സംഭാഷണം അച്ഛൻ പറയാണ്, നീ ഇതുമായിട്ട് ജീവിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് അച്ഛൻ പറയുകയാണ്. ഇതുമായിട്ട് അതൊരു രോഗത്തെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Cut to close-up of Ali reading from the book Sahara was passed on to him. Mother, off screen. What do you want me to do? Do nothing all day? Ali starts writing in the notebook. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആ രംഗത്ത് ചെറിയൊരു മാറ്റം വരികയാണ്. സാറ തൻ്റെ നേരെ നീട്ടിയ ബുക്കിൽ അലി നോക്കുകയും അത് വായിക്കുകയും ചെയ്യുന്നതിൻ്റെ ക്ലോസപ്പ് സീനാണ് അവിടെ വരുന്നത്. ഈ സമയം സ്ക്രീനിൻ്റെ പുറത്തു നിന്നും ഇങ്ങനെ കേൾക്കാം അമ്മ സംസാരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു ദിവസം മുഴുവൻ ഞാനിങ്ങനെ ഒന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കണമെന്നാണോ? അപ്പോൾ അലി നോട്ട്ബുക്കിൽ എഴുതാൻ തുടങ്ങുന്നു. ക്യാമറയിൽ കാണിക്കുന്ന ഈ കാര്യങ്ങൾ അലിയുടെയും സഹറയുടെയും കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ സംസാരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കേൾക്കുന്നത്. Father, off screen. Well, the doctor has forwarded work. Ali writes, you can go to school with slippers, mumbling the words as he writes, and passes the notebook to Sarah. Close-up of the notebook. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അന്നേരം അച്ഛൻ പറയാണ്, അതും പുറത്തു നിന്നാണ് കേൾക്കുന്നത്, ശബ്ദം മാത്രമേ ഉള്ളൂ. നീ ജോലി ചെയ്യരുത് എന്ന് ഡോക്ടർ വിലക്കിയിട്ടുള്ളതാണ്, ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങനെ ഇരുന്നോളാൻ പറയുന്നത്, ജോലി ചെയ്യാതെ. ഈ സമയത്ത് നീ വീട്ടിലിടുന്ന ചെരുപ്പിട്ടുകൊണ്ട് നിനക്ക് സ്കൂളിൽ പോകാമല്ലോ എന്ന് അലി എഴുതുകയാണ്. അങ്ങനെ അലി അങ്ങനെ എഴുതുകയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പിറുപിറുത്തുകൊണ്ട് അലി ആ നോട്ട്ബുക്ക് സഹറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്ത് നോട്ട്ബുക്കിൻ്റെ ക്ലോസപ്പാണ് കാണിക്കുന്നത്. മദർ, ഓഫ് സ്ക്രീൻ. Kokab Khanom's sister had surgery and she is fine. Cut to close-up of Sarah taking the notebook and reading what Ali has written on it. അപ്പോൾ ഈ സമയത്ത് അമ്മ പറയാണ്, കൊക്കബ് ഖനോം എന്ന വ്യക്തിയുടെ സഹോദരിക്ക് ഇതുപോലൊരു ഓപ്പറേഷൻ നടത്തിയതായിരുന്നല്ലോ, ഇതേ പ്രശ്നം ഉണ്ടായിരുന്നിട്ട്. പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നും വന്നില്ലല്ലോ, സുഖപ്പെട്ടു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ. ഓക്കെ, ഇങ്ങനെ അമ്മ പറയുന്നു. അപ്പോൾ ഈ സമയത്ത് സഹറ നമ്മുടെ നോട്ട്ബുക്ക് എടുക്കുന്നതും അതിൽ അലി എഴുതിയിരിക്കുന്നത് വായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുറത്തു നിന്നും ഫാദർ ഓഫ് സ്ക്രീൻ. ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. ഓൾട്ടർനേറ്റ് ക്ലോസപ്സ് ഓഫ് സഹറ ആൻഡ് അലി ലുക്കിംഗ് ഈച്ച് അതർ. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാദർ പറയാണ്, അതായത് അദ്ദേഹം പുറത്തു നിന്നും പറയുന്നതാണ് കേൾക്കുന്നത് കേട്ടോ. ഇവരുടെ എല്ലാം ഈ ഫാദറിൻ്റെയും മദറിൻ്റെ സംഭാഷണം മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം അവിടെ അച്ഛൻ പറയാണ്, നീ ഓപ്പറേഷനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ട. ഓക്കെ, അത് ചെയ്യാൻ പറ്റില്ല, നീ അതേപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ ഈ സമയത്ത് അലിയും സഹറയും നോക്കുന്നതിൻ്റെ ക്ലോസപ്പാണ് കാണിക്കുന്നത്. ഫാദർ ഓഫ് സ്ക്രീൻ. ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾഡ്. കട്ട് ടു ക്ലോസപ്പ് ഓഫ് സഹറ റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. ഈ സമയത്ത് അച്ഛൻ പറയാണ്, നീ മുടന്തി നടക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ നടക്കുക പോസിബിളല്ല, ഞാൻ സമ്മതിക്കില്ല, ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. എന്നിട്ട് അങ്ങനെ പറയുന്നു. അപ്പോൾ ഈ സമയത്ത് ക്യാമറ കാണിക്കുന്നത് എന്താണ്? ഈ സമയത്ത് കാണിക്കുന്നത് സഹറ നോട്ട്ബുക്കിൽ എഴുതുന്നത് ക്ലോസപ്പായിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇനി ചെറുതായിട്ടൊന്ന് രംഗം മാറുകയാണ്. മംബ്ലിങ് ആസ് ഷീ റൈറ്റ്സ്, അലി യു ഹാവ് സം നെർവ്. You lost my shoes. I will tell Dad. Quick close-up of Ali looking at Sarah. She passes the notebook to Ali. Close-up of the notebook. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സഹറ നോട്ട്ബുക്കിൽ എഴുതുന്നതിൻ്റെ ക്ലോസപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾ അതിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവൾ എന്തോ പറയുന്നുണ്ട്, പിറുപിറുക്കുന്നുണ്ട്. അലി യു ഹാവ് സം നെർവ്. അതായത് അലി, നിനക്കല്പം
ഭയമുണ്ട് എന്നെനിക്കറിയാം, അല്ലെ പരിഭ്രമമുണ്ട് എന്നെനിക്കറിയാം. നീ എൻ്റെ ചെരുപ്പ് നഷ്ടപ്പെടുത്തി. എൻ്റെ ചെരുപ്പ് പോകാൻ കാരണം നീയാണ്. ഞാനിത് അച്ഛനോട് പറയും എന്നാണ് സാറ അവിടെ എഴുതുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന അലി സാറയെ നോക്കുന്നതിൻ്റെ ഒരു ക്ലോസപ്പ്. അതുപോലെ അപ്പോൾ സാറ ആ നോട്ട്ബുക്ക് അലിക്ക് കൈമാറുന്നു. അങ്ങനെ ആ നോട്ട്ബുക്കിൻ്റെ ഒരു ക്ലോസപ്പ്. The conversation of their parents continues as on the soundtrack, now less audible, interspersed by the beat of the hammer on the block. Close-up of Ali writing in the notebook. ഈ സമയത്ത് ഒരു സൗണ്ട് ട്രാക്കാണ് കേൾക്കുന്നത്. എന്താണ് ആ സൗണ്ട് ട്രാക്ക്? അലിയുടെ മാതാപിതാക്കൾ സംഭാഷണം നടത്തുന്നത്, അവർ തമ്മിൽ സംസാരിക്കുന്നത് ചെറിയ ശബ്ദത്തിൽ കേൾക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹമ്മർ ഉപയോഗിച്ച് അവിടെ അടിക്കുന്നതിൻ്റെ ശബ്ദവും കേൾക്കാം. രണ്ടും കൂടെ കൂടിക്കുഴഞ്ഞ് ഉള്ള വളരെ ചെറിയ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു സൗണ്ട് ട്രാക്ക് അവിടെ പ്ലേ ചെയ്യുന്നു. അപ്പോൾ അലി നോട്ട്ബുക്കിൽ എഴുതുന്നതിൻ്റെ ഒരു ക്ലോസപ്പ് കാണിക്കുന്നു. The two close-ups of father working on the other end of the room, looking at the camera, interspersed with close-ups of Ali and Sahara and a middle range shot showing them. ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഒരു മധ്യദൂര ഷോട്ടാണ് ഇതിനിടയ്ക്ക് കാണിക്കുന്നത്. അലിയുടെയും സഹറയുടെയും ക്ലോസപ്പുകൾ അവരെ കാണിച്ചുകൊണ്ടുള്ളൊരു മധ്യദൂര ഷോട്ട്. അതേ സമയത്ത് തന്നെ മുറിയുടെ അങ്ങേയറ്റത്തു നിന്നും ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് ജോലി ചെയ്യുന്ന അലിയുടെ അച്ഛൻ്റെ രണ്ട് ക്ലോസപ്പുകൾ. അലി റൈറ്റ്സ് ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു സാറ. അലി നോട്ട്ബുക്കിൽ എഴുതി സാറയ്ക്ക് കൈമാറുന്നു. സാറ റീഡ്സ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ദ നോട്ട്ബുക്ക് ഇൻ എ വിസ്പർ. സഹാറ, ഇഫ് യു ടെൽ ഡാഡ് ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് us because he doesn't have money to buy you a pair of shoes. അപ്പോൾ അലി എഴുതിയേക്കുന്നത് സാറ ഇങ്ങനെ വായിക്കുകയാണ്. സാറ, നീ അച്ഛനോട് പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ രണ്ടുപേരെയും തല്ലും. കാരണം നിനക്ക് ഇനി ഒരു ജോഡി ചെരുപ്പുകൾ വാങ്ങിത്തരാനുള്ള പണം അച്ഛൻ്റെ കയ്യിലില്ല. സഹറ റൈറ്റ്സ്, ദെൻ വാട്ട് ഷുഡ് ഐ ഡു ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു അലി. അലി റൈറ്റ്സ്, യു ക്യാൻ വിയർ മൈ സ്നിക്കേഴ്സ് ആൻഡ് പാസസ് ദ നോട്ട്ബുക്ക് ബാക്ക്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് സാറ തിരിച്ച് എഴുതി ചോദിക്കുകയാണ്. എന്നിട്ട് ആ നോട്ട്ബുക്ക് അലിക്ക് കൈമാറുന്നു. നിനക്ക് എൻ്റെ ചെരുപ്പുകൾ ധരിക്കാമെന്ന് എഴുതി നോട്ട്ബുക്ക് സഹറയ്ക്ക് അലി തിരിച്ചു നൽകുന്നു. സഹറ റൈറ്റ്സ്, ഐ വിൽ വിയർ ദം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ. അപ്പോൾ സഹറ എഴുതുകയാണ്, ഓക്കെ അലി, നീ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അത് ഞാൻ ധരിക്കാം. During the passing of the notebook back and forth, only the notebook in close-up and hands are visible in the frame. അപ്പം ഇത് ഒക്കെ സംഭവിക്കുന്ന അവസരത്തിൽ എങ്ങനെയായിരിക്കണം ക്യാമറ എന്ന് എഴുതി വെക്കുകയാണ്. നോട്ട്ബുക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറുമ്പോൾ നോട്ട്ബുക്കുകൾ മാത്രം കാണിക്കണം. അതായത് നോട്ട്ബുക്കുകളും അത് പിടിച്ചിരിക്കുന്ന കൈകളും. അതാണ് ക്ലോസപ്പിൽ കാണിക്കേണ്ടത്. ക്ലോസപ്പ് ഓഫ് സാറ റൈറ്റിംഗ്. ദ സ്റ്റബ് ഓഫ് ഹർ പെൻസിൽ ബ്രേക്സ്. Ali puts his pencil on the notebook for her to write. Sahara does not take the pencil. Close-up of pencil lying on the notebook. അപ്പോൾ വീണ്ടും സഹറ എഴുതുന്നതിൻ്റെ ക്ലോസപ്പ് കാണിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് അവളുടെ പെൻസിൽ അതിൻ്റെ അറ്റം ഒടിഞ്ഞു പോവുകയാണ്. സോ അവൾക്ക് എഴുതാനായിട്ട് അലിയുടെ പെൻസിൽ നോട്ട്ബുക്കിൻ്റെ മുകളിൽ വയ്ക്കുന്നു. എന്നാൽ സഹറ ആ പെൻസിൽ എടുക്കുന്നില്ല. അങ്ങനെ ആ നോട്ട്ബുക്കിൻ്റെ മുകളിൽ ആ പെൻസിലിരിക്കുന്ന ഒരു ക്ലോസപ്പ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എഴുതി വെക്കുന്നതാണ് ഈ ഇടയ്ക്ക് പറയുന്നത്. സംഭാഷണങ്ങൾ കൂടാതെ ഓരോ സീനിലും ക്യാമറയുടെ ആംഗിൾ എങ്ങനെയായിരിക്കണം, അത് ക്ലോസപ്പ് ആയിരിക്കണോ, മിഡിൽ റേഞ്ച് ആയിരിക്കണോ, വൈഡ് ആയിരിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് സൈഡിൽ നിന്ന് വേണം, അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്ക്രിപ്റ്റിൽ എഴുതി വെക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കണ്ടത്.
این فروشگاه ادارتون بزن شیر بچه تموم شده باشه بودی شیر بخره چرا نباشه زن رحم آقا اسکی کمر رفت عمل کرد بدتر میگن اسکی کمر نباید عمل کرد باید باش مدارا کرد خب دکتر گدران کرد شما کار نکنید هر کار باشه من و بچه ها هستم انجام کم خانم میگفت خواهرشون خوردن عمل کردن الان یکی از دوستانم تمام از این داروهای گیاه استفاده می‌کنم. همیشه هم از این داروهای گیاه ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്ക്രിപ്റ്റ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ്, സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ദ സീൻ ബിഗിൻസ് വിത്ത് എ ക്ലോസ്-അപ്പ് ഷോട്ട്. വാട്ട് ഫ്രെയിം വുഡ് എ ഫിലിം മേക്കർ നോർമലി യൂസ് വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക്? ഹിയർ കോബ്ലർ ആൻഡ് അലി. അതായത് നമ്മുടെ സീൻ ആരംഭിക്കുന്നത് ഒരു ക്ലോസ്-അപ്പ് ഷോട്ടിലൂടെയാണ് അല്ലേ? അപ്പം കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സംവിധായകൻ ഏത് ഫ്രെയിം ആയിരിക്കും ഉപയോഗിക്കുക എന്നാണ് ചോദ്യം. യൂഷ്വലി ദ ഫിലിം മേക്കർ വുഡ് യൂസ് എ മീഡിയം ഷോട്ട് ഓർ എ ലോങ് ഷോട്ട്. അപ്പോൾ മീഡിയം മധ്യദൂരം അല്ലെങ്കിൽ ലോങ് ഷോട്ട്. ഓക്കെ, വളരെ ലോങ് ആയിട്ടുള്ള ഷോട്ട്. ഈ രണ്ടെണ്ണമാണ് സാധാരണ ഉപയോഗിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എപ്പാർട്ട് ഫ്രം ദ കോബ്ലർ ഷോ, വാട്ട് അതർ ഡീറ്റെയിൽസ് ഡു യു ഗെറ്റ് അബൌട്ട് ദ സ്പേസ് ഇൻ വിച്ച് ദ ആക്ഷൻസ് ഇൻ ദ സീൻ വൺ ടേക്ക് പ്ലേസ്? അപ്പം ചെരുപ്പ് കുത്തിയുടെ കട നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ ഒന്നാമത്തെ രംഗത്തിൽ വേറെ എന്തെല്ലാം സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് നമുക്കിവിടെ ഈ സീനിൽ ലഭിക്കുന്നത്? ഓക്കെ, ഹിയർ വി സീ എ സ്ട്രീറ്റ് ആൻഡ് എ റോ ഹൗസ് വിത്ത് എ കർട്ടൻഡ് ഡോർ. ഓക്കെ, സോ ദീസ് ആർ ദ സ്പേസസ് ഇൻ ദ ഫസ്റ്റ് സീൻ വി സീ. അപ്പോൾ നമ്മളവിടെ ഒരു സ്ട്രീറ്റ് കാണുന്നുണ്ട്, അതുപോലെ കർട്ടനൊക്കെ ഇട്ടേക്കുന്ന ഒരു ഡോറ്, അത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൗസ്, വളരെ ലോങ് ആയിട്ടുള്ള ഒരു റോ ഹൗസ് അവിടെ കാണുന്നുണ്ട്. സോ തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സീൻ 1? ഹു ആർ ദേ? ഒന്നാമത്തെ സീനിൽ എത്ര കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്? ആരാണവർ എന്നാണ് ചോദ്യം. സോ ദർ ആർ 3 പേഴ്സൺസ്. ദേ ആർ അലി, ദ മാൻ ആൻഡ് ദ കോബ്ലർ. അവിടെ നമ്മൾ അലിയെ കാണുന്നുണ്ട്, അതുപോലെ നടന്നു വരുന്ന ഒരു മനുഷ്യനെ കാണുന്നുണ്ട്, പിന്നെ നമ്മുടെ ചെരുപ്പ് കുത്തിയെയും കാണുന്നുണ്ട്. അങ്ങനെ 3 പേരാണ് അവിടെ ഉള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇൻ സീൻസ് 1 and 2, ക്ലോസ്-അപ്പ് ഷോട്ട്സ് ഓഫ് ദ ഹാൻഡ്സ് ഓഫ് ദ കോബ്ലർ ആൻഡ് അലി ആർ ഷോൺ. ഡു ദേ സെർവ് എനി പേർപ്പസ്? എക്സ്പ്ലെയിൻ. അപ്പം രണ്ടാമത്തെയും ഒന്നാമത്തെയും രംഗങ്ങളിൽ അലിയുടെയും നമ്മുടെ ചെരുപ്പ് കുത്തിയുടെയും കൈകളുടെ ക്ലോസ്-അപ്പ് ഷോട്ട്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകം ലക്ഷ്യം വെക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടോ? വിവരിക്കുക എന്നാണ് ചോദ്യം. So by this close-up shots, he makes the scenes more vivid and attractive. അപ്പം വളരെ നന്നായിട്ട് ഈ സീനിനെ അട്രാക്റ്റീവ്, ആകൃഷ്ടമാക്കാനും അതുപോലെ വളരെ മനോഹരമാക്കാനുമാണ് അദ്ദേഹം ഈ ക്ലോസ്-അപ്പ് ഷോട്ട്സിലൂടെ ശ്രമിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വേർ ഇസ് ദ ലൊക്കേഷൻ ഷിഫ്റ്റഡ് ടു? അപ്പം അവിടെ സിനിമ ഷൂട്ട് ചെയ്യുന്ന ആ സ്ഥലത്തെ നമ്മൾ ലൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ ആ സ്ഥാനം എങ്ങോട്ടാണ് മാറ്റിയത് എന്നാണ് ചോദ്യം. ഹിയർ ദ ലൊക്കേഷൻ ഈസ് ഷിഫ്റ്റഡ് ടു എ വെജിറ്റബിൾ ഷോപ്പ്. അപ്പം വെജിറ്റബിൾ ഷോപ്പിലേക്കാണ്
നമ്മൾ ബേക്കറിയിൽ നിന്നും ഈ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. 6th question. What could be the camera of movement in the scene and why is the camera moved in this manner? അവിടുത്തെ ക്യാമറയുടെ മൂവ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. അതായത് അലി വെജിറ്റബിൾ കടയിലേക്ക് കയറി ചെല്ലുന്നു, ആ കടയിൽ നിന്ന് സാധനങ്ങൾ പെറുക്കുന്നു അല്ലേ. ഈ സമയത്ത് അതിലൂടെ ഒരു ഉന്തുവണ്ടിക്കാരൻ പോകുന്നു. അപ്പം ആ കടയിലായിരിക്കുന്ന സമയത്തുള്ള രംഗത്തെ പറ്റിയാണ് ഈ ചോദിക്കുന്നത്. അവിടെ ക്യാമറയുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും. സോ ഇൻ ദിസ് scene, the camera can pan and zoom. ക്യാമറ ഇങ്ങനെ അങ്ങോട്ട് ചലിപ്പിച്ചുകൊണ്ട് സൂം ചെയ്യുന്ന രീതിയിലായിരിക്കും ആ സീൻ എടുക്കുക. 7th question. What are the events taking place in scene 3? എന്തൊക്കെ സംഭവങ്ങളാണ് മൂന്നാമത്തെ രംഗത്ത് നടക്കുന്നത്? Here we see a small group of people waiting outside a bakery. And we see Ali comes to the vegetable shop and a junk collector, and he takes from the shop and goes away. Then we see Ali's parcel of shoes, right? So Ali is searching for the parcel and he is checking everywhere among the vegetable boxes and they tumble down. Then the shopkeeper shouts at Ali and he runs away. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ്? കുറച്ച് പേര് ബേക്കറിയുടെ പുറത്ത് കൂട്ടമായിട്ട് നിൽക്കുന്ന കാണാം, വെയിറ്റ് ചെയ്യുന്ന കാണാം. അലി വെജിറ്റബിൾ ഷോപ്പിലേക്ക് വരുന്നു, അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. ഈ സമയത്ത് ജങ്ക് കളക്ടർ വരുന്നു, വന്നിട്ട് അവിടുത്തെ ജങ്ക് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് പോകുന്നു. കൂടെ അലിയുടെ ചെരുപ്പും കൊണ്ടുപോകുന്നു. അലി സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം പാർസൽ എടുക്കാൻ വേണ്ടി വരുന്നു, പക്ഷേ പാർസൽ കാണുന്നില്ല. അങ്ങനെ വെജിറ്റബിൾ ബോക്സസ് ഒക്കെ തപ്പുന്നു, അതിനിടയ്ക്ക് അതെല്ലാം മറിഞ്ഞു വീഴുന്നു. ഷോപ്പ് കീപ്പർ അലിയോട് ദേഷ്യപ്പെടുന്നു, അലി ഭയപ്പെടുത്തുന്നു, അലി പേടിച്ച് ഓടുന്നു. അതാണ് നമ്മളവിടെ കാണുന്നത്. 8th question. Which of the events is crucial in bringing about a twist in the narrative? അപ്പം ഈ സ്ക്രിപ്റ്റിൽ ഏത് സംഭവമാണ് ആ കഥയ്ക്ക് ഒരു ആകസ്മികമായ വ്യത്യാസം വരുത്തുന്നതിൽ നിർണായകമായിരിക്കുന്നത് എന്നാണ് ചോദ്യം. സോ ദറ്റ് ഈസ് ഓഫ് കോഴ്സ് ദ ജങ്ക് കളക്ടർ. ഹി ടേക്സ് അവേ ദ പാർസൽ കണ്ടെയ്നിങ് അലീസ് സിസ്റ്റേഴ്സ് ഷൂസ് അല്ലേ. അലിയുടെ സിസ്റ്ററിൻ്റെ ഷൂസുമായിട്ട് പോകുന്ന ജങ്ക് കളക്ടറിൻ്റെ ആ ഒരു സംഭവം അല്ലേ, ആ ഒരു സീനാണ് ശരിക്കും പറഞ്ഞ രീതിയിൽ ഏറ്റവും നിർണായകമാണ്, മൊത്തത്തിലൊരു വ്യതിയാനം സൃഷ്ടിക്കുന്നതാണ്. 9th question. What impression do you get about the financial status of Ali's family? Support your answer with evidence from the script. അപ്പം അലിയുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ കഥയിൽ നിന്നും അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ് അത് കണ്ടെത്തുക എന്നുള്ളതാണ്. സോ വി അണ്ടർസ്റ്റാൻഡ് അലീസ് ഫാമിലി ഈസ് വെരി പുവർ ആൻഡ് അതിന് പറ്റിയ സെൻറ്റൻസുകൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. എന്താണ്? അലി, മൈ മം സെറ്റ് ടു പുട്ട് ഇറ്റ് ഇൻ അവർ ടാബ്. ദെൻ അക്ബർ, ടെൽ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റ്, ഷീ ഷുഡ് പേ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനൊരു സംഭാഷണം നമ്മൾ കാണുന്നുണ്ടല്ലേ. പിന്നെ കാണുന്നത് അലി സഹറയുമായിട്ടുള്ള സംസാരമാണ്. ഇഫ് യു ടെൽ ഡാഡ് ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് അസ് ബിക്കോസ് ഹി ഡസൻറ്റ് ഹാവ് മണി ടു ബൈ യു എ പെയർ ഓഫ് ഷൂസ് എന്ന് അലി പറയുന്നുണ്ട്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ അലിയുടെ ഫാമിലി വളരെ പുവറാണ്, സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന കിടയിലാണ്. അത് കാണുന്നത് കടയിൽ വെച്ചിട്ട് അലി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പറ്റ് ബുക്കിൽ എഴുതാൻ പറയുന്നതും, ധാരാളമായിട്ടുണ്ട് പറ്റ് ബുക്കിൽ എഴുതിയേക്കുന്നത്, ഇനി കുറച്ച് പൈസയെങ്കിലും മദർ തന്നേ പറ്റൂ എന്ന് കടക്കാരൻ പറയുന്നതും, പിന്നെ അലിയും സാറയും തമ്മിലുള്ള സംസാരത്തിൽ സാറ പറയുകയാണെങ്കിൽ ഫാദർ അവർ രണ്ടുപേരും തല്ലുമെന്നും, കാരണം ഇനി മറ്റൊരു ഷൂസ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഫാദറിൻ്റെ കയ്യിൽ ഇല്ല എന്നും അലി പറയുന്നുണ്ട്. സോ ഈ സെൻറ്റൻസുകളൊക്കെയാണ് അത് തെളിയിക്കുന്നത്. ഓക്കെ, 10th question. What interesting strategy does the director make use of in presenting the talks between Ali and his sister? Why do you think they communicate in each way?
സോ ഇവിടെ അലിയും സഹോദരനും തമ്മിലുള്ള സംഭാഷണം അത് അവതരിപ്പിക്കാൻ സംവിധായകൻ എന്ത് പ്രത്യേകമായിട്ടുള്ള തന്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ പരസ്പരം എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ആശയവിനിമയം നടത്തുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? സോ ഹിയർ Ali and Zahra, they write their words on a notebook and pass it between them to read, right? Which means they are afraid to disturb their parents by their loud talk. Okay, here we see the childlike nature of the young actors. സോ നമ്മളിവിടെ കാണുന്നത് എന്താണ്? അലിയും സാറയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നോട്ട്ബുക്കിൽ പറയാനുള്ളതൊക്കെ എഴുതിയിട്ട് കൈമാറുന്നു. കാരണം എന്താണ്? ഇവർ ഇതേപ്പറ്റി സംസാരിച്ചത് പേരൻസ് കേൾക്കണ്ട എന്നുള്ള ഒരു ഭയം, അവർ കേൾക്കുമ്പോൾ ഉള്ളൊരു ഭയം. അപ്പം അത് കാണിക്കാൻ വേണ്ടിയാണ്, അതായത് കുട്ടികളുടെ കുട്ടിത്തം നിറഞ്ഞ അവരുടെ അവസ്ഥ, അവരുടെ ചിന്തകൾ, അവരുടെ ഭയം, ഇതെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ സീൻ വളരെ മനോഹരമാക്കുന്നു. നമ്മുടെ സംവിധായകൻ്റെ ഒരു ട്രിക്കാണത്. So 11th question, do you think the sound of a hammer is used deliberately in this scene? What effect does it produce? So നമ്മൾ പല രംഗങ്ങളിലും ചുറ്റിക അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അത് മനഃപൂർവ്വമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തെങ്കിലും പ്രത്യേകമായ ബലം, ഗുണം അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ടോ? Yeah, of course. അല്ലേ? The sound of the hammer is used deliberately because it symbolizes the heartbeat of the helpless family. അത് ശരിക്കും സിംബലൈസ് ചെയ്തേക്കാണ്, ഒരു പ്രതീകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിസ്സഹായക അവസ്ഥയിലുള്ള ആ ഫാമിലിയുടെ ഹൃദയത്തുടിപ്പുകളാണ് ശരിക്കും പറഞ്ഞാൽ ആ ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, 12th question. Apart from showing the characters, does the director make use of any visual image to add on to what he intends to communicate? Cite an example and say what effect it produces. അതായത് കഥാപാത്രങ്ങളെയൊക്കെ നേരിൽ കാണിക്കുന്നത് കൂടാതെ എന്തെങ്കിലുമൊക്കെ ദൃശ്യമായിട്ടുള്ള ഇമേജസിൻ്റെ ഉപയോഗത്തിലൂടെ സംവിധായകൻ തൻ്റെ എന്തെങ്കിലും പ്രത്യേക ആശയം അത് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണം പറ, അതിൻ്റെ ഗുണം എന്താണ്, എന്തെങ്കിലും ബലമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഹീ മേക്സ് ഓഫ് സം വിഷ്വൽ ഇമേജസ്, അല്ലേ? അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട്. ധാരാളം വിഷ്വൽ ഇമേജസ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മളൊരു സംഭാഷണം കാണുന്നുണ്ട്. മദർ പറയുന്നതായിട്ട്, കൊക്കപ്പ് ഖാനം സിസ്റ്റർ ഹാഡ് എ സർജറി ആൻഡ് ഷീ ഈസ് ഫൈൻ എന്ന്, അല്ലേ? അത് വഴി എന്താണ് കാണിക്കുന്നത്? ആക്ച്വലി ഇവിടെ ഡയറക്ടർ നമ്മളോട് പറയുന്നത് ആ മദറിൻ്റെ ഒരു പ്രതീക്ഷയാണ്. ഓക്കെ, അവൾക്ക് ആ കൊക്കപ്പ് ഖാനംസിൻ്റെ സിസ്റ്ററിന് ഇതുപോലെ സർജറി നടത്തി റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ തനിക്കും ഇതുപോലെ സർജറി നടത്തി കഴിഞ്ഞാൽ റിക്കവറി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ കാണിക്കാൻ വേണ്ടിയാണ് ആ സംഭാഷണം കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതുപോലുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. അതായത് ഒരു ഫിലിം നിർമ്മിക്കാൻ സ്ക്രിപ്റ്റ് ആവശ്യമാണ്. സോ ആ സ്ക്രിപ്റ്റ് എങ്ങനെ നിർമ്മിക്കുന്നു, അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും, ഒരു സീൻ എങ്ങനെ എടുക്കണം, അതെവിടുന്ന് എങ്ങോട്ടൊക്കെ ക്യാമറ ചലിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം, ആ സീനിൻ്റെ അകത്ത് എന്തൊക്കെ കാണണം, അതിൻ്റെ അകത്ത് ഉണ്ടാകേണ്ട ഓരോ ഒബ്ജക്റ്റും എന്തായിരിക്കണം എന്ന് വരെ എഴുതി വെക്കും സ്ക്രിപ്റ്റിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ തികഞ്ഞ ഒരു സ്ക്രിപ്റ്റിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഓക്കെ.